എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മോഹനെ പോലൊരാൾ SP-യോട് നേരിട്ട് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ഹിസ് കോൾ. സാറിന് മോഹനെ പേഴ്സണലായിട്ട് അറിയുമോ? അറിയാം. അതുകൊണ്ടാണ് എനിക്കിത് അവിശ്വസനീയമായി തോന്നുന്നത്. മനുഷ്യനല്ലേ, എത്ര അടുത്തറിയാമെങ്കിലും. അങ്ങനല്ല ഐസക്, മോഹന്റെ കാര്യത്തിൽ അങ്ങനല്ല. ഹീസ് എ മാൻ ഓഫ് പ്രിൻസിപ്പിൾസ്. ഞാൻ മോഹനെ അടുത്തറിഞ്ഞത് ഒരു 5 കൊല്ലം മുമ്പാ. അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാ. വാഴക്കുളം പഞ്ചായത്തിൽ ഒരു കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നു. ഞങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കളായിരുന്നു അതിന് പിന്നിൽ. മോഹന്റെ നേതൃത്വത്തിൽ അവരെ തടഞ്ഞു. അത് പാർട്ടിയിൽ വലിയ ഇഷ്യൂ ആയി. സ്വന്തം പാർട്ടിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നശിപ്പിക്കാൻ നോക്കുന്ന ഇവരെയൊക്കെ പുറത്താക്കണം സർ. സർ, 80 കുടുംബങ്ങൾ, അതായത് 300ഓളം വരുന്ന മനുഷ്യ ജീവനുകൾ. മാറി മാറി വരുന്ന മുന്നണി ഭരണങ്ങളുടെ വാഗ്ദാനങ്ങളല്ലാതെ അവർക്ക് ആരും ഒന്നും നൽകിയിട്ടില്ല. അവരൊട്ടിനി ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. സർ, കൂലിപ്പണിയെടുത്ത് തളർന്നു വരുന്ന അവർക്ക് തലചായ്ക്കാൻ ആകെ കൂടിയുള്ള സമ്പാദ്യം ആ ചെറ്റക്കുടിലുകളാണ്. അതിന്റെ അടിത്തറ മാന്തി അവരെ തെരുവിലാക്കി ആരും ഇവിടെ ഫാക്ടറി പണിയാൻ ഞങ്ങൾ സമ്മതിക്കുക. സർ, ഈ ഫാക്ടറി ഇവിടെ വന്നാൽ നാടിന് മാത്രമല്ല നമ്മുടെ പാർട്ടിക്കും ചില ഗുണങ്ങളുണ്ട്. ഓ പിന്നെ, കോളനി നിവാസികളിൽ 90% പേരും എതിർകക്ഷികളുടെ അനുഭാവികളാണ്. സ്ഥലമെടുപ്പി പ്രശ്നം ഉണ്ടാകുമ്പോ കോളനി നിവാസികൾ അവർക്കെതിരെ തിരിയും. അടുത്ത് തന്നെ വരാനിരിക്കുന്ന ജനറൽ ഇലക്ഷനിൽ അത് നമുക്ക് അനുകൂലമായ വോട്ടുകളായി മാറുകയും ചെയ്യും. സർ, ഇതുപോലുള്ള ചിന്താഗതികളാണ് രാഷ്ട്രീയക്കാരെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത്. മാറി മാറി അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരെ അവർ വെറുക്കാനും ഭയക്കാനും തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയം ഒരു ചതുരംഗ കളി പോലെയാണ് മിസ്റ്റർ ജോസ്. തന്ത്രങ്ങൾ മെനഞ്ഞും കളങ്ങൾ മാറി മാറി ചാടിക്കടന്നും എതിരാളികളെ വെട്ടുവീഴ്ത്തി മുന്നേറുന്നവനെ വിജയിക്കൂ. ഇല്ല സർ, ആ കാലം കഴിഞ്ഞു. ജനമെന്ന് തിരിച്ചറിവിന്റെ പാതയിലാണ്. പലർക്കും ഇന്ന് രാഷ്ട്രീയം സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർത്താനും കൊള്ളരുതായ്മകൾ മറയ്ക്കാനുമുള്ള കവചം മാത്രമാണ്. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പുതിയ പാർട്ടികൾ സൃഷ്ടിച്ച് കൂറുമാറി നടക്കുന്നവരെ ജനം തെരഞ്ഞുപിടിച്ച് വീട്ടിലിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചാൽ അവർ പ്രതികരിക്കും, ശക്തമായി തന്നെ. ആ ഒരു സംഭവത്തിന് ശേഷം മോഹൻകുമാർ എന്ന യുവ നേതാവിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ ജനറൽ ഇലക്ഷനിൽ മോഹൻ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അന്ന് മോഹൻ എടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. വേണ്ട സാർ, എനിക്ക് ഈ സീറ്റ് വേണ്ട. മോഹൻ എന്തു മണ്ടത്തരായി കാണിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും ഒരു സീറ്റ് കെട്ടാൻ വേണ്ടി എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്. പാർട്ടിയെ വരെ വെട്ടിമുറിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരു MLA-യും മന്ത്രിയൊക്കെ ആകുന്നത് എനിക്കും ആഗ്രഹമുള്ള കാര്യമാണ് സാർ. പക്ഷെ എന്നേക്കാൾ സീനിയോറിറ്റി അർഹതയുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോ എനിക്ക് ആ സീറ്റ് നൽകുന്നത് ശരിയല്ല സാർ. മോഹൻ ആരെയാ ഉദ്ദേശിക്കുന്നത്? എബ്രഹാം സാർ. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആ നല്ല മനുഷ്യനെ നമ്മൾ വിസ്മരിക്കരുത് സാർ. മോഹനെ പോലെയുള്ളവരാണ് നമ്മുടെ പാർട്ടിയുടെ ശക്തി, വരും തലമുറയുടെ പ്രതീക്ഷ. ഐ ആം പ്രൗഡ് ഓഫ് യു. മോഹന്റെ ശക്തമായ പ്രവർത്തനം എബ്രഹാം സാർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2 മാസങ്ങൾക്ക് ശേഷം മോഹൻ വിവാഹിതനായി. കഴിഞ്ഞ മാസം എബ്രഹാം സാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചപ്പോൾ പകരം ആര് എന്നൊരു സംശയം ആർക്കും ഉണ്ടായിരുന്നില്ല. അല്പം ചില എതിർപ്പുകൾ പാർട്ടിയിൽ ചിലർക്കുണ്ടായിരുന്നെങ്കിലും മോഹന്റെ ജനപിന്തുണയെ ഭയന്ന് അത് പുറത്തു വന്നില്ല. അങ്ങനെ മോഹൻ ബൈ ഇലക്ഷന് കാൻഡിഡേറ്റായി. ഇപ്പോ അയാൾ ഒരു കുറ്റവാളിയുടെ സ്ഥാനത്ത്. ഐ കാൻ ബിലീവ് ദിസ്. എന്താ സാർ? ബോഡി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർ അല്പം ആജിറ്റേറ്റഡ് ആണ്. എന്തിന്? മരണം നടന്ന മുറിയിൽ നിന്നും ഒരു ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് മോഹനെ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കിന്നെ കാണാൻ വേണ്ട. പൊന്നു പോലെ വളർത്തിയ ഞാൻ എന്റെ മോളെ. ഞങ്ങൾക്ക് ഞാനുണ്ട്. ഇറങ്ങി പോടാ.
മോനേട്ടാ പ്ലീസ്. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് രശ്മി 20 ഗ്രാമോളം എലിവിഷവും 3 ഉറക്ക ഗുളികയും കഴിച്ചിരുന്നതായി വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ മരണം നടന്നിരിക്കുന്നത് രാത്രി ഉദ്ദേശം 11-നും 12-നും ഇടയ്ക്കായിട്ടാണ്. മരണം സംഭവിച്ചിരിക്കുന്നത് കാർഡിയോജനിക് ഷോക്ക് മൂലവും. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസ്റ്റന്റ് ഡെത്ത് ആയിരിക്കാമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. അതായത് വിഷം കഴിച്ച് ഏതാണ്ട് ഉടൻ തന്നെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു കൊലപാതകമാണെങ്കിൽ 2 രീതിയിൽ സംഭവിക്കാം. ഒന്ന്, ആരെങ്കിലും ബലമായിട്ട് വിഷം നൽകുക. മുഖത്താരോ തല്ലിയതിന്റെ പാടൊഴിച്ചാൽ ബലപ്രയോഗം നടന്നതിന്റെ മറ്റ് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ തേനിലോ പാലിലോ നേരത്തെ ആരെങ്കിലും വിഷം കലർത്തി വെച്ചതാണെങ്കിൽ. മരിക്കുന്നതിന് മുമ്പ് രശ്മി പാൽ കുടിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. രശ്മിക്ക് അങ്ങനൊരു ശീലമുള്ളതായി ജോലിക്കാരി ജാനകി സമ്മതിച്ചിട്ടുമുണ്ട്. സർ, അറിയാതെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. കാരണം ഏത് വിഷമായിരുന്നാലും രുചിയോ മണമോ മൂലം കഴിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എലിവിഷമാണ്. അതിന്റെ രുചിയും മണവും അസഹനീയവുമാണ്. മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല സർ. ഇതൊരു ആത്മഹത്യയാണെന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. ഒന്നാമതായി മുറി അകത്ത് നിന്ന് പൂട്ടിയിരുന്നു. അതുപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പിലെ ഹാൻഡ് റൈറ്റിംഗ് രശ്മിയുടേതാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. നൗ കം ടു ദ റിയൽ ക്വസ്റ്റ്യൻ. വൈ? എന്തിനത് ചെയ്തു? അതിന് മിസ്റ്റർ മോഹനുമായി സംസാരിക്കണം. മോനേട്ടൻ കൊല്ലത്തിന് പോയില്ലേ? ഇല്ല, ഞാനാണെങ്കിൽ ജാനകിയച്ചോട് കിടക്കാൻ വരാൻ പറയുകയും ചെയ്തു. നാളെ രാവിലെ പോന്നുള്ളൂ. ഇന്ന് കുറച്ച് കാശൊരിടത്തുനിന്ന് തരാമെന്ന് പറഞ്ഞതാ, അത് കിട്ടിയില്ല. അല്ല, ഇപ്പഴേ എന്തിനാ കാശ്? ഇനിയല്ലേ ചെലവ് തുടങ്ങുന്നത്. പോസ്റ്റർ അടിക്കണം. ശിവകാശിയിലാണെങ്കിൽ റേറ്റ് കുറവുണ്ട്. ജോസ് കൊല്ലത്തുനിന്ന് അങ്ങോട്ട് പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ പൈസ ഇല്ലാണ്ട് പോയിട്ടെന്താ കാര്യം? പാർട്ടിന്നൊന്നും തരില്ലേ? നോമിനേഷൻ കൊടുത്തതല്ലേ ഉള്ളൂ. അതൊക്കെ സമയമെടുക്കും. എങ്കിൽ ആരോടെങ്കിലും പിരിക്കണം. പിരിക്കാം, പക്ഷെ നാളെ അത് വലിയ കമ്മിറ്റ്മെന്റ് ആവും. നാളിതുവരെ എനിക്ക് ജനങ്ങളോടെ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. നാളെയും അതങ്ങനെ തന്നെ ആവണം. മോനേട്ടാ, ഇക്കാലത്ത് VS ആവുന്നതും VM സുധീരനാവുന്നതും സത്യം പറഞ്ഞ മണ്ടത്തരാ. നീ എന്നെ കൂടുതൽ രാഷ്ട്രീയമൊന്നും പഠിപ്പിക്കണ്ട. ഓ, ഇപ്പൊ കുറച്ച് പൈസ റേസ് ചെയ്താൽ പാർട്ടി ഫണ്ട് കിട്ടുമ്പോ തിരിച്ചു കൊടുക്കായിരുന്നു. അതിനിപ്പോ ആരോടാ ഒന്ന് ചോദിക്ക? അച്ഛനോട് ചോദിച്ചാലോ? ഹാ, അത് വേണ്ട. അതെന്താ? അച്ഛൻ തരുന്നതും പണമല്ലേ? പണമാണ്, പക്ഷെ ആ പണം പാമ്പായി എന്റെ കഴുത്തിൽ ചുറ്റുമെന്ന് എനിക്കറിയാം.